അമേരിക്കൻ സാമ്പത്തിക ഉപരോധം കാരണം ഇറാൻ കടുത്ത പട്ടിണിയിലേക്ക്. പണപ്പെരുപ്പ തോതിൽ ലോകത്ത് 3-ാം സ്ഥാനത്തേക്ക് ഇറാൻ എത്തപ്പെട്ടു. ഭക്ഷണം കിട്ടാതെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമാണ്. പ്രതിഷേധിച്ച 3 യുവാക്കളെ പരസ്യമായി തൂക്കിലേറ്റിയതിന് പിന്നാലെ ഭരണകൂടത്തിനെതിരെ ജനരോഷം ശക്തമാവുകയാണ്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, നേരത്തെ മുതൽ വർഷങ്ങളായുള്ള ഉപരോധമാണ്. നമുക്കറിയാം, അമേരിക്ക 4 ചുറ്റു നിന്നും മുറുക്കിയ ഒരു രാജ്യമാണ് ഇറാൻ, സംശയമില്ല. പക്ഷേ ഇപ്പോൾ യുദ്ധം കൂടിയായപ്പോൾ, ആക്രമണമായപ്പോൾ, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ, യുദ്ധത്തിനായി കൂടുതൽ പണം ചിലവാക്കേണ്ട സ്ഥിതി വന്നപ്പോഴാണ് ഈ സാധനങ്ങളുടെ ദൗർലഭ്യം കൂടുതലായെന്ന് മനസ്സിലാക്കണം. പണപ്പെരുപ്പമൊക്കെ എത്രയോ ഇരട്ടിയായി ആ രാജ്യത്ത്. രഞ്ജിത്ത്, ഹൈഫർ ഇൻഫ്ലേഷൻ എന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് പണപ്പെരുപ്പവുമല്ല, അതിനേക്കാൾ വലിയൊരു ഭീതിതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. 87.9% എന്നതാണ് ഇപ്പോഴത്തെ പണപ്പെരുപ്പത്തിൻ്റെ തോത്. ഇന്ത്യൻ രൂപ, അതായത് നമ്മുടെ ഇന്ത്യൻ രൂപ 1 രൂപയ്ക്ക് തുല്യമായി അവിടെ കണക്കാക്കുന്നത് ഏതാണ്ട് 14,000 ഇറാൻ്റെ റിയാലാണ്. 14,000 രൂപ വരെ ഇപ്പോൾ ആയിരിക്കുന്നു എന്നതാണ് ഒരു ചായയ്ക്ക് അവിടെ നൽകേണ്ട വില. നമ്മുടെ രൂപയുടെ മൂല്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ 8.5 ലക്ഷം രൂപ വരെയാണ് ഒരു ചായയ്ക്ക് വില വരുന്നത്. ഇന്ത്യൻ മണി അത് നോക്കുമ്പോൾ, ഇന്ത്യൻ രൂപ നോക്കുമ്പോൾ 90 മുതൽ 110 രൂപ വരെയാണ് നൽകേണ്ടത്. ഏതാണ്ട് 8.5 ലക്ഷം രൂപ വരെ ഒരു ചായയ്ക്ക് നൽകുന്ന തരത്തിലേക്ക് അവരുടെ പണവുമായി നമ്മുടെ മൂല്യം തട്ടിക്കുമ്പോൾ ആ നിലയ്ക്ക് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ജനങ്ങൾ തെരുവിലിറങ്ങുന്നത്. ഇറാനാകട്ടെ ഈ അമേരിക്കയുമായുള്ള യുദ്ധം, അതിൽ ഒരിഞ്ച് പുറകോട്ട് പോകാതെ ഈ യുദ്ധമുഖത്ത് തുടരുമ്പോൾ സാധാരണ ജനങ്ങൾ വലയുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമായി അവിടുത്തെ അവസ്ഥ മാറുകയാണ്. പണപ്പെരുപ്പത്തിൻ്റെ തോതിൽ ആദ്യത്തെ 3ാമത്തെ രാജ്യമായി ഇപ്പോൾ ഇറാൻ മാറിയിരിക്കുന്നു. 1 വെനസ്വേല, 2 സുഡാൻ, 3 ഇറാൻ. ഇങ്ങനെ ലോകത്ത് 3 രാജ്യങ്ങൾ 1, 2, 3 സ്ഥാനങ്ങളിലേക്കായി എത്തിയിരിക്കുന്നു. ഇതിൽ വെനസ്വേലയുടെ കാര്യം നമുക്കറിയാം. അമേരിക്കയുടെ പാവ സർക്കാരാണ് അവിടെ ഉള്ളത്. അമേരിക്കയുടെ ആക്രമണം ഇറാന് മേൽ തുടങ്ങിയതോടുകൂടി ഇറാനും അങ്ങനെ സാമ്പത്തികമായി തകരുന്നു. 1942 ശേഷം ഇറാൻ ആദ്യമായാണ് ഇങ്ങനെ ഒരു സാമ്പത്തിക തകർച്ചയെ നേരിടുന്നത്. തൊഴിലില്ലായ്മ 23.4 എന്ന നിലയിലേക്ക് പോയിരിക്കുന്നു. അതായത് 100 പേരെ എടുക്കുമ്പോൾ അതിൽ ഏതാണ്ട് 25 പേരോളം പേർക്ക് തൊഴിലില്ലാത്ത അവസ്ഥയാണ്. വീട്ടിൻ്റെ വാടക പരിധി അത് വർദ്ധിപ്പിക്കുന്നത് 25% ഭരണകൂടം നിജപ്പെടുത്തിയിരുന്നു. പക്ഷേ അവിടെയും കാര്യങ്ങൾ നിൽക്കുന്നില്ല. ഇങ്ങനെ ഇപ്പോൾ കൂട്ടത്തോടെ, അതായത് ഒന്നിലധികം കുടുംബങ്ങൾ, 3-4 കുടുംബങ്ങൾ ഒരു വീട് വാടകയ്ക്കെടുത്ത് അത് പാർട്ടീഷൻ ചെയ്ത് പല ഭാഗങ്ങളിലായി അവർ താമസിക്കുന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. ഫാക്ടറി തൊഴിലാളികളും വിരമിച്ച ഉദ്യോഗസ്ഥരും അടക്കം തെരുവിലേക്ക് ഇറങ്ങുന്ന നിലയുണ്ട്. അവരുടെ മുദ്രാവാക്യം തന്നെ ഇങ്ങനെയാണ്: യുദ്ധക്കൊതി അവസാനിപ്പിക്കൂ, ഞങ്ങളുടെ തീൻമേശകൾ കാലിയാണ്, അവിടെ വിഭവങ്ങളില്ല എന്ന ഒരു വേദനയുമായി ഈ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ട്. പ്രതിഷേധക്കാരിൽ 3 പേരെ കഴിഞ്ഞ ദിവസം പരസ്യമായി തൂക്കിക്കൊന്നിരുന്നു. 3 യുവാക്കളെയാണ് അങ്ങനെ തൂക്കിലേറ്റിയത്. അതോടുകൂടി ഈ പ്രതിഷേധം കൂടുതൽ കനക്കുകയാണ്. ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. അമേരിക്കയുടെ തന്ത്രം ഇവിടെ വിജയിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ യുദ്ധം ഫെബ്രുവരി 28-ന് തുടങ്ങുന്നു. ഖമേനി ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഒരു കരയുദ്ധത്തിലേക്ക് അമേരിക്ക പോയേക്കും. വളരെ പെട്ടെന്ന് ഇറാനെ ആക്രമിച്ച് തീർക്കും എന്ന നിലയിൽ ചില പ്രതീതിയും അങ്ങനെയുള്ള വെല്ലുവിളികളും ഉണ്ടായി. പക്ഷേ അമേരിക്ക എടുത്ത തന്ത്രം മറ്റൊന്നായിരുന്നു. ഈ സാമ്പത്തികമായി ഇറാനെ തകർക്കുക എന്നത് തന്നെയാണ്. അവിടെ ഹോർമൂസിൽ ഉപരോധം കൊണ്ടുവരുന്നു. അവർക്ക് എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നില്ല. അതിനപ്പുറത്തേക്ക് എണ്ണ വിൽപ്പനയ്ക്കപ്പുറം അവർക്ക് സ്റ്റീലും അലുമിനിയവും അങ്ങനെയൊക്കെയുള്ള ധാതുക്കളുടെയൊക്കെ തന്നെ വിൽപ്പന ഉണ്ടായിരുന്നു. അതും ഉപരോധത്തിലൂടെ തകർക്കുന്ന നിലയുണ്ടായി. മറ്റ് രാജ്യങ്ങൾ ഇവരിൽ നിന്ന് കടൽ മാർഗം അല്ലെങ്കിൽ വളരെ തന്ത്രത്തിലൂടെ ഈ ഉപരോധമൊക്കെ മറികടന്നുകൊണ്ട് എണ്ണ വിൽപ്പന നടത്താൻ ശ്രമിച്ചപ്പോൾ മറ്റ് രാജ്യങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തുന്ന നിലയുണ്ടായി. ഇവരിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ആ രാജ്യങ്ങൾക്കും വലിയ തീരുവ ഏർപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ ഇറാനെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കുക, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇറാനുള്ള നിക്ഷേപങ്ങളെല്ലാം മരവിപ്പിക്കുക, ഇവരുടെ ആസ്തികൾ പൂർണ്ണമായും മരവിപ്പിക്കുക, ഒരു തരത്തിലും ഇവരുടെ ബാങ്ക് ഇടപാടുകളോ മറ്റു രാജ്യങ്ങളുമായി സാമ്പത്തിക ഇടപാടുകളോ നടക്കാത്ത തരത്തിലേക്ക് ഇവരുടെ അക്കൗണ്ടുകളെ മാറ്റിക്കൊണ്ട് അമേരിക്ക നടത്തിയ ഒരു സാമ്പത്തിക യുദ്ധം, ആ യുദ്ധം വിജയിച്ചിരിക്കുന്നു. ഇറാനിൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന നിലയുണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂട്ടത്തോടെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന നിലയുണ്ടാകാം. ആ തരത്തിൽ അവിടെ പണപ്പെരുപ്പം മാറുകയാണ്. 2016 സാഹചര്യം കൂടി നമ്മൾ നോക്കണം. അന്ന് 7% ഇപ്പോൾ 87% ഉയർന്നിരിക്കുന്നത്. ശരി, വി വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു.